മലയാള സിനിമയിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വനിതകളെ അപമാനിച്ചു എന്ന പരാതിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്നൊരു പേരാണ് ഷൈൻ ടോം ചാക്കോ. പിന്നീട് ഇയാൾ തന്നെ പരസ്യമായിട്ട് സമ്മതിക്കുന്നുണ്ട്, ഞാൻ ലഹരിക്ക് അടിമയായിരുന്നു എന്ന്. അപ്പോൾ ഇയാൾക്കെതിരെ പിന്നീട് ഇതിന് കുറച്ച് കേസൊക്കെ വന്നിരുന്നു. പിന്നീട് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായിട്ടൊക്കെ കൊണ്ടുവന്നു. ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, ഇന്നലെ രാത്രിയിൽ ഇവിടെ നിന്ന് ഷൈൻ ടോം ചാക്കോ, പിതാവ് CP ചാക്കോ, അമ്മ, സഹോദരൻ ഇവരടങ്ങുന്ന സംഘം കാറിൽ ബംഗളൂരുവിലേക്ക് പോകുന്നു തുടർ ചികിത്സയ്ക്കായിട്ടാണ്. പക്ഷേ ഈ പറയുന്ന തമിഴ്നാട്ടിൽ വെച്ചിട്ട് പാൽക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്, ധർമ്മപുരിക്കടുത്ത്, ഈ കാർ ഒരു ലോറിക്ക് പിന്നിൽ ചെന്നിടിക്കുന്നു. സ്പോട്ടിൽ വെച്ച് തന്നെ പിതാവ് CP ചാക്കോ മരിക്കുന്നു. ഷൈൻ ടോം ചാക്കോയുടെ 2 കൈക്കും നല്ല പരിക്കുണ്ട് എന്നാണ് പറയുന്നത്. കുടുംബത്തിലെ അമ്മയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്, സഹോദരനും പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഈ രാത്രിയിലുള്ള യാത്ര, ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെല്ലാം ധൈര്യമായി നിന്ന CP ചാക്കോയുടെ ഒരു മരണം, ഇതൊക്കെ അങ്ങോട്ട് വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ദുരൂഹത ആളുകൾക്ക് ഫീൽ ചെയ്താൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ഇതിനകത്ത് ദുരൂഹത നമുക്കിപ്പം പെട്ടെന്ന് നമുക്ക് ചെന്ന് അങ്ങോട്ട് അതിലേക്ക് എത്താൻ പറ്റത്തില്ല. പക്ഷെ 2 വിഷയങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണേണ്ടതുണ്ട്. ഒന്ന്, ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആ ഒരു യുവാവിൻ്റെ ഒരവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയെ നമ്മൾ ഷൈൻ ടോം ചാക്കോയുടെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിട്ട് നമ്മൾ കാണാനും പാടില്ല. ഇന്നത്തെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു പ്രതിനിധിയാണ്, യുവാക്കളുടെ ഒരു പ്രതിനിധിയാണ്. അതോടൊപ്പം തന്നെ യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ ഒരു പ്രതിനിധിയാണ്. കാരണം ഷൈൻ ടോം ചാക്കോ തന്നെ പറയുകയുണ്ടായി, അയാൾ ലഹരിക്ക് അടിമയാണ്, അല്ലേ? അതെ. അദ്ദേഹത്തിന് ഈ അടുത്ത സമയത്ത് മറ്റേ ഹോട്ടലിൽ നിന്നിറങ്ങി ഓടി, പിന്നീട് അതിന് ശേഷം സറണ്ടർ ചെയ്യുന്നു. പിന്നെ ഈ കേസൊക്കെ നടത്തുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഈ മകനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വരുന്നത്. ഷീൽഡ് പോലെ മുമ്പിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 10-18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞാൽ ഒരു ശരാശരി രീതിയിലൊരു യുവത്വത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് രക്ഷകർത്താക്കൾ പിൻവാങ്ങേണ്ട സമയമാണ്. ശരിക്കും പറഞ്ഞാൽ 18-20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിഷയങ്ങളിൽ, അവരുടെ കാര്യങ്ങളിൽ രക്ഷകർത്താക്കൾ ഇടപെടാൻ പാടില്ല. കാരണം അവർ സ്വയം തീരുമാനമെടുത്ത് അവരെ സ്വയം കണ്ടക്ട് ചെയ്യണം. കാരണം അവർക്ക് ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകണ്ടല്ലോ. ചിലപ്പോൾ വീഴ്ചകൾ പറ്റും. ആ വീഴ്ചകൾ പറ്റിയതിനകത്ത് നിന്ന് അവർ പഠിച്ച് മുമ്പോട്ട് ഒരു 10-25 വയസ്സാകുമ്പോഴത്തേക്ക് അവർക്ക് സ്വന്തം നിലയിൽ സ്വയം അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ വരും. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലെ യുവാക്കളുടെ അവസ്ഥയൊക്കെ എടുത്ത്, യുവാക്കളുടെ ആണെങ്കിലും യുവതികളുടെ ആണെങ്കിലും, വിശേഷിച്ച് യുവാക്കളുടെ അവസ്ഥയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യുവതികൾക്ക് പിന്നെയും കഴിയുന്നുണ്ട്. യുവാക്കളുടെ അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് സ്വയം മാനേജ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ CP ചാക്കോയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ? എന്നാലും പുള്ളി ഒന്നുകിൽ 70കളുടെ തുടക്കത്തിലോ അതല്ലെങ്കിൽ 60കളുടെ അവസാനത്തിലോ ആയിരിക്കും. ഈ 60കളുടെ അവസാനത്തിലോ 70കളുടെ തുടക്കത്തിലുള്ള ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ട് വീണ്ടും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കേണ്ടി വരിക, മകൻ്റെ കേസ് നടത്താൻ വേണ്ടിയില്ല എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമായ ഒരവസ്ഥയാണ്, ദുഃഖകരമായൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന അവസ്ഥയിലാണ് അവിടെ ഇതിൻ്റെ അർത്ഥം ഷൈൻ ചാക്കോയ്ക്കുള്ള പ്രശ്നം വെച്ചാൽ അയാളെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അയാളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അയാളെ നിയന്ത്രിക്കാനോ ഒരു വ്യക്തി എന്ന നിലയിൽ അയാളെ മുമ്പോട്ട് കൊണ്ടുപോകാനോ അയാൾക്ക് പറ്റുന്നില്ല. മറിച്ച് അയാൾക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അല്ലേ? സിനിമയിലുണ്ട്. സിനിമയിൽ ഇതിലൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഇതിനേക്കാൾ നാട്ടിൽ കയറി വരാമായിരുന്നൊരവസ്ഥയുണ്ട്. പക്ഷെ അതൊന്നും പറ്റാതെ അയാളെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ, അയാളുടെ കയ്യിൽ നിന്ന് അയാളുടെ കടിഞ്ഞാൻ പോയൊരവസ്ഥ. അവിടെയാണ് അയാളുടെ നമ്മൾ സഹതാപത്തോടു കൂടിയും അല്ലെങ്കിൽ സഹാനുഭൂതിയോടു കൂടി കാണേണ്ടത്. അല്ലാതെ അയാളൊരു ക്രിമിനലായിട്ട് നമ്മൾ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പട്ടം അല്ലെങ്കിൽ ഒരു നൂല് പൊട്ടിയ പട്ടം പോലെയാണ് ഷൈൻ ചാക്കോയുടെ ജീവിതം എന്ന് പറയുന്നത്. അയാൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സിനിമാ മേഖലയിൽ വരുമ്പോൾ ഞാൻ ഒരുപാട് ലഹരികൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ സിനിമാ മേഖല ലഹരികളുടെയൊക്കെ ഒരു കേന്ദ്രമാണ് എന്ന് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രതിനിധിയാണെന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും. പിന്നെ സിനിമാ മേഖലയുടെ പ്രതിനിധിയാണ്. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് ലഹരി എത്തുന്നത് എന്നുള്ളതിൻ്റെ ആ വഴിയും ഷൈൻ ടോം ചാക്കോയിലൂടെ നമ്മൾ അന്വേഷിച്ചാൽ കിട്ടും. ആ വഴി ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ വന്ന് മുട്ടി വഴിയിൽ നിന്ന് ലഹരി സ്വീകരിച്ചതായിട്ട് അറിഞ്ഞ സമയത്താണ് പോലീസ് വരികയും ഈ 3 നില കെട്ടിടത്തിന് മുമ്പിൽ നിന്ന് മോളിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെടുകയൊക്കെ ചെയ്തത്. അവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവിടെയൊക്കെ ഈ ഷൈൻ ടോം ചാക്കോയെ നമ്മളൊരു വളരെ സഹാനുഭൂതിയോടെ കാണുന്ന ഒരു യുവാവിൻ്റെ ഒരു ഗതികേടാണ്. അവിടെ ഞാൻ പറഞ്ഞ ഇത്തരം യുവാക്കൾ യഥേഷ്ടം ഇന്ന് കേരളത്തിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് സ്വയം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ചെറിയൊരു കാര്യത്തിൽ പോലും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. 30, 35, 40 വയസ്സായിട്ടുള്ള മക്കൾ പോലും ഏതൊരു ചെറിയൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ അച്ഛനും അമ്മയെ വിളിച്ചിട്ട് തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒരു മാർക്കറ്റിൽ പോയി ഒരു മീൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ പോലും മാർക്കറ്റിൽ ചെന്നിട്ട് ഫോൺ ചെയ്തിട്ട് ഇന്ന മീൻ മതിയോ, അയാൾ ഡെയിലി വീട്ടിൽ ചിലപ്പോൾ മീൻ കഴിക്കുന്നതായിരിക്കും, ഏതൊക്കെ മീനാണ് കഴിക്കുന്നത് അറിയുകയും ചെയ്യാം.
അപ്പം അതുപോലെ തിരിച്ചറിഞ്ഞ് ഒരു തീരുമാനം എടുക്കാൻ ശേഷിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു. ഇതാണ് ഈ സ്വയം മാനേജ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു അവസ്ഥ. ഈ നമ്മളെപ്പോഴും ഓരോ നിമിഷത്തിലും നമ്മൾ എന്ത് തീരുമാനം എടുക്കണം, ഏത് ചൂസ് ചെയ്യണമെന്ന് ചെയ്യണമല്ല, ഓരോ നിമിഷവും ആ തീരുമാനം എടുക്കൽ ആവശ്യമാണ്. ഇപ്പം ഞാനിപ്പം സിനിജയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് സിനിജയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ഞാൻ തിരഞ്ഞെടുക്കേണ്ട വാക്കുകൾ ഏതാണ് എന്നുള്ളത് പോലും ആശയം ഏതാണെന്നുള്ളത് ഞാൻ തിരഞ്ഞെടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഓരോ നിമിഷവും നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് ആവശ്യമായിട്ട് വരുന്നു. ഇതിന് പറ്റാതെ വരുന്ന സ്ഥലത്താണ് ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ മനുഷ്യൻ കിടന്ന് പാടുപെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ഈ ഷൈൻ ചാക്കോ. ഈ ഷൈൻ ചാക്കോ ഇപ്പം അദ്ദേഹത്തിൻ്റെ അമ്മ, അനുജൻ അല്ലേ, അനുജൻ, അച്ഛൻ ഇവരെല്ലാം കൂടെ പോവുകയാണ് ചെയ്യുന്നത്. ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ വിഷയം വരുന്നത് ഈ രാത്രി 10 മണിക്കാണ് അവരോടൊന്ന് എറണാകുളത്തും തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ പറഞ്ഞ റോഡിലൂടെയൊക്കെ ഞാനും അത്യാവശ്യം പോകാറുള്ളതാണ്. അതിമനോഹരമായ റോഡാണ്. സ്പീഡ് നിയന്ത്രണം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, നമ്മൾ സ്റ്റിയറിങ്ങിൽ പോലും കൈ പിടിക്കേണ്ട, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ മതി, വളരെ സ്മൂത്തായിട്ട് പോവും. നല്ല കാറാണെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട. അപ്പോൾ അവിടെ ഈ രാത്രി 10 മണിക്ക് തിരിച്ച് ഇവിടുന്ന് യാത്ര തിരിച്ച് വാഹനം ധർമ്മപുരിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സമയത്ത് അല്ലേ, പുലർച്ചെ 6 മണിക്കാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ രാവിലെ എത്ര തന്നെ നമ്മൾ ഉറങ്ങിയിട്ട് വണ്ടി ഓടിച്ചാൽ പോലും രാവിലെ ഒരു 4 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഓടിക്കാൻ പാടില്ല എന്ന് പലരും അഡ്വൈസ് ചെയ്യുന്ന സമയമാണ്. കാര്യം നമ്മൾ അറിയാതെ ഒരു അർത്ഥബോധാവസ്ഥയിലേക്ക് പോകും. ഉറക്കത്തിലും ഉറക്കമില്ലായ്മയുടെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും. ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടച്ചാൽ മതി അല്ലേ? കണ്ണടയ്ക്കണമെന്നുള്ള നിർബന്ധമില്ല. കണ്ണ് തുറന്നിരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഉറക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ആ സമയത്താണ് മാറിക്കിടന്നുറങ്ങണമെന്നൊക്കെ പലരും പറയുന്നത്. അപ്പോഴും നമുക്ക് ഉള്ളിൽ തോന്നുന്നു കുഴപ്പമില്ല, നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ തോന്നും. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഈ ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു പോറുണ്ടാവും, അപകടങ്ങളുണ്ടാവത്തില്ല. പക്ഷേ ഈ രാത്രി 10 മണിക്ക് ഫുൾ ടൈം രാത്രിയിൽ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഈ ഡ്രൈവർ പകൽ ഉറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള ടൈമാണ്. ഈ രാവിലെ 4-നും 6-നും ഇടയ്ക്കുള്ളൊരു സമയം എന്ന് പറഞ്ഞാൽ ഒരു പ്രഭാതവും സന്ധ്യാസമയമാണ്. 2 സന്ധ്യകളിലുള്ളതിൽ ഒരു സന്ധ്യയാണ്. ഈ സന്ധ്യ എന്ന് പറയുന്നത് തന്നെ 2 അവസ്ഥയുടെ കൂടിച്ചേരലാണ്. എന്ന് പറഞ്ഞ പോലെ ബോധവും ഉറക്കവും അല്ലെങ്കിൽ ഉണർവും ഉറക്കവും തമ്മിൽ ഇങ്ങനെ ചേരുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. രാവിലെ ഒരു 3 മണിക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങി 3 മണിക്ക് എഴുന്നേറ്റ് എല്ലാം റെഡിയായി 4 മണിക്ക് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നല്ല ബോധത്തോടെ ഓടിക്കാൻ പറ്റും. മറിച്ച് സാധാരണഗതിയിൽ തന്നെ നമ്മൾ രാത്രി 10 മണി തൊട്ട് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ആ തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന ജാഗ്രത ഉണ്ടാവില്ല. അത് തന്നെ എനിക്ക് ഇവിടെ സംശയം. കാരണം ഇപ്പോൾ മുന്നിൽ പോവുകയായിരുന്ന ഒരു ലോറിയുടെ പിന്നിൽ ചെന്ന് ഈ കാർ ഇടിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കാർ ഇടിക്കുന്ന സമയത്ത് തന്നെ മീഡിയനിലേക്കോ മറ്റോ കയറി ഇത് നിൽക്കുകയാണ്. അപ്പം ഫ്രണ്ടിലിരിക്കുന്ന ഡ്രൈവർക്കും അനുജനും വലിയ പരിക്ക് പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ അതിന് പ്രൊട്ടക്ഷനുള്ള സാധനമൊക്കെ സീറ്റിന് മുമ്പിലൊക്കെ ഉണ്ടാവില്ല, എയർ ബലൂണൊക്കെ ഉണ്ടാവും. ഇനി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ പിന്നിലാണ് കിടന്ന് ഷൈൻ ടോം ചാക്കോ ഉറങ്ങിയതെന്നും മധ്യത്തെ സീറ്റിൽ ഈ അമ്മയും അച്ഛനും ഇരുന്നെന്നാണ് പറയുന്നത്. അപ്പം ഉണ്ടാകുന്ന ആ ഷോക്കിൽ ഒരുപക്ഷെ ഈ അച്ഛൻ്റെ മുഖം ചെന്ന് വല്ലയിടത്ത് ഇടിച്ചതാകാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഉറക്കം ഇപ്പോൾ സാറ് പറയുന്ന പോലെ തന്നെയാണെങ്കിൽ ഈ ഉറക്കം ഒരു സെക്കൻഡിൽ ഈ ഡ്രൈവറെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അത് മതി ഒരു അപകടത്തിലേക്ക് മതി. കാരണം ഈ ദൃക്സാക്ഷികൾ പറയുന്നത് അമിത വേഗത്തിൽ വന്ന കാറ് ഈ ലോറിയുടെ പിന്നിടിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ നാട്ടുകാരാണ് 5 പേരെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരാളുടെ ജീവൻ നഷ്ടമായി എന്ന് പറയുന്നു. അത് ഈ വരുന്നത് 100-ന് മേലെ 100-ന് 110, 120 നല്ല വണ്ടിയൊക്കെ 140-ലൊന്നും പോയാലും അറിയത്തില്ല. അത്രയ്ക്കും നല്ല റോഡാണ്. ഈ പറഞ്ഞതുപോലെ ലോറി ഡ്രൈവേഴ്സ് അതുപോലെ ഓടിക്കുന്നത്. ഒരിക്കലും ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് തൊട്ട് മുമ്പിൽ പോകുന്ന ഒരു ലോറി ഇങ്ങനെ സിക്സാഗ് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതൊക്കെ പോകുന്നു. നമുക്കിപ്പോൾ ഓവർടേക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഹോൺ വല്ലാണ്ട് അടിച്ചിട്ട് പോലും ഇയാൾ അറിയുന്നില്ല, ഓർമ്മയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. കാര്യം അതിങ്ങനെ അവർ സ്ഥിരം ഓടിച്ച ശീലമാണ്. അപ്പോൾ അതിങ്ങനെ അങ്ങ് പോകുമെന്ന് അറിയാം അവർക്ക്. അപ്പോൾ ആ ലോറി ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നമുക്കറിയാം ഉറക്കമാണെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇതിനിടയ്ക്ക് മുൻപിൽ ഇപ്പം നമ്മൾ പുറകിലൊരു 100-ന് മേലെ അല്ലെങ്കിൽ 120 മൈൽ സ്പീഡിൽ വരുന്ന ഒരു വണ്ടി, കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഒരു വണ്ടി തൊട്ട് മുമ്പ് പോകുന്നൊരു ലോറി ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്താലും മതി, ആ നിമിഷാർദ്ധം കൊണ്ട് അവിടെ സ്കിഡ് ചെയ്യുക, എൻ്റെ പോയി പിറയിലിടിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മുടെ റോഡുകൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 6 വരി പാതയൊക്കെ ആവുന്നു. അപ്പോൾ ഈ രാത്രി യാത്രയിൽ നമ്മൾ രാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ
രാത്രിയിൽ ആരംഭിക്കുന്ന യാത്ര 4 മണി, ഇപ്പം 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ 4 മണിക്ക് ശേഷം ഒന്നുകിൽ റെസ്റ്റ് എടുക്കണം, അതല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഇടവേളകൾ കൊടുത്തിട്ട് വണ്ടി ഓടിക്കേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വളരെ ഇപ്പോഴത്തെ ഈ മാറിയ നല്ല റോഡുകളുടെ പശ്ചാത്തലത്തിൽ നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് സാർ. എന്തായാലും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിൽ ഈ ഷൈൻ ടോം ചാക്കോ ചികിത്സയിലായിരുന്നു. അതിൻ്റെ തുടർ ചികിത്സയ്ക്കാണ് ഇപ്പോൾ ബംഗളൂരുവിലേക്ക് പോകുന്നത്. ആ ബംഗളൂരിലേക്ക് പോകുമ്പോൾ തന്നെ ധർമ്മപുരിയിൽ വെച്ച് അപകടമുണ്ടാകുന്നു. ഷൈൻ ടോം ചാക്കോയുടെ 2 കൈക്കും അപകടം പറ്റിയെന്നാണ് ഇപ്പം പറയുന്നത്. എന്തായാലും ഈ പറയുന്ന പോലെ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു അലസത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു ജീവൻ വെച്ചിട്ട്, കാരണം എന്നും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു ധൈര്യം എന്ന് പറയുന്നത് പിതാവ് തന്നെയായിരുന്നു. ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഒക്കെ പിതാവ് വളരെ അളന്നു കുറിച്ചിട്ടാണ് മാധ്യമങ്ങളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അത്തരത്തിലുള്ള പിതാവിനെ നഷ്ടപ്പെട്ട ഒരു വേദന ഷൈന് തിരിച്ചറിയേണ്ടി വരും. മാത്രമല്ല താൻ ലഹരിക്ക് അടിമയായതുകൊണ്ട് അതിൻ്റെ ചികിത്സയ്ക്കായിട്ടാണ് ഇങ്ങനെ ആശുപത്രികൾ പോലും പോകേണ്ടി വരുന്നത്. അവിടെ കുടുംബവുമായിട്ട് പോകേണ്ടി വരുന്നതുകൊണ്ട് തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ പിതാവിൻ്റെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്ത പിന്നീട് ഇയാളെ അലട്ടാനുള്ള സാധ്യത ഇതൊക്കെ അല്ല. ഇതിനകത്ത് 2 രീതി എടുക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഇത് വേണമെങ്കിൽ ഷൈൻ ടോം ചാക്കോൻ്റെ ജീവിതത്തിൽ ഒരു വിളിച്ചുണർത്തലായിട്ട് വേണം എടുക്കാൻ പറ്റും. തൻ്റെ ഈ ഒരു ജീവിതത്തിൻ്റെ രീതി കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ. ഇപ്പോൾ ഒരു ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് രാത്രി 10 മണിക്ക് തിരിക്കുന്നു, എന്തുകൊണ്ട് പകൽ തിരിച്ചൂടാ അല്ലേ? വൈകുന്നേരം 5 മണിക്കോ 4 മണിക്കോ തിരിച്ചിട്ട് ഒരു 4 മണിക്ക് ശേഷം വണ്ടി ഓടിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ ലൈഫിൽ എടുക്കുമ്പോഴാണ് നമ്മളെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇയാൾക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇതൊരു ഒരു വേക്കപ്പ് കോളായിട്ട് തൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ ദിശയിലേക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് 2 കൈയും അദ്ദേഹത്തിന് ഓടിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ആ ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് കിട്ടുന്ന ഗ്യാപ്പിലൂടെ, ചിന്തിക്കാൻ കിട്ടുന്ന സമയത്തിലൂടെ സ്വയം മനസ്സിലാക്കി തൻ്റെ അച്ഛൻ്റെ ഒരു നഷ്ടം തന്നിൽ ഏൽപ്പിച്ച ഒരു സംഗതി, വിഷമം, ദുഃഖവും ആഘാതവും ഒക്കെ ഉണ്ടാവും അദ്ദേഹത്തിന്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇയാളെ മാനേജ് ചെയ്യാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക്, ഇയാളുടെ ഈ യുവാവിന് ഇനി എൻ്റെ ജീവിതം എൻ്റെ കയ്യിലെടുക്കണം, എനിക്ക് എൻ്റെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ അയാളുടെ കുടുംബത്തിലാണെങ്കിൽ അച്ഛനും ഇല്ലാണ്ടായിരിക്കുന്നു, അപ്പോൾ അനുജനുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു നേതൃസ്ഥാനത്തേക്ക് വരണം, അതല്ലെങ്കിൽ അവരെയും കൂടെ നോക്കേണ്ട ചുമതല തൻ്റെ ആണെന്നുള്ള ഉത്തരവാദിത്വ ബോധത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിന് പോലും എന്താ പറയുക, ഒരു ദൗത്യം നിർവഹിക്കാനുണ്ടാവും. അതങ്ങനെ വരട്ടെ എന്ന് തന്നെ നമുക്ക് ആലോചിക്കാം, ആശംസിക്കാം. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.